എസ് എച്ച് ദേവരാർ 2025 അവരുടെ UG അഡ്മിഷൻ്റെ താൽക്കാലിക റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ SHൻ്റെ വെബ്സൈറ്റിൽ വന്നു കഴിയുമ്പോൾ തന്നെ ഇവിടെ UG അഡ്മിഷന് താഴെ ഒരു ബ്ലൂ ബോക്സിൽ താൽക്കാലിക റാങ്ക് ലിസ്റ്റ് UG അഡ്മിഷൻ 2025-26 പബ്ലിഷ്ഡ് ക്ലിക്ക് ഹിയർന്ന് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് ഓരോ കോഴ്സ് വൈസായി എയ്ഡഡ് പ്രോഗ്രാം സെപ്പറേറ്റും സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാം സെപ്പറേറ്റും ആയിട്ട് റാങ്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതിനൊക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് BA അനിമേഷൻ ഗ്രാഫിക് ഡിസൈൻ കോഴ്സുകളൊക്കെ ഉണ്ടല്ലോ, വിഷ്വൽ ഇഫക്റ്റ് ആയിട്ടുള്ള കോഴ്സുകൾക്കൊക്കെ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അവരുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഈ പബ്ലിഷ് ചെയ്തേക്കണ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കതിൽ മെസ്സേജ് ഇടാം. നിങ്ങൾ ഇതിൽ വന്നിട്ട് ഇപ്പോൾ ആദ്യത്തെ BA ഓണേഴ്സ് ഇംഗ്ലീഷ് എയ്ഡഡ് കോഴ്സിൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പേര്, നിങ്ങൾ ഏത് കാറ്റഗറിയാണ്, ഇൻഡെക്സ് മാർക്ക് നിങ്ങളുടെ എത്രയാണ്, നിങ്ങൾ എത്രാമതാണ് കിടക്കുന്നതെന്നൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കിടക്കുന്ന കുട്ടിയുടെ സെക്കൻഡ് പ്രിഫറൻസിലാണ് ഒന്നാമത്തെ റാങ്ക് വന്നേക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വേറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇംഗ്ലീഷ് അല്ലാതെ നിങ്ങൾ വേറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അതിൽ ചിലപ്പോൾ ഇൻഡെക്സ് മാർക്ക് ഓരോ സബ്ജക്റ്റിനും വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഓരോ ബ്രാഞ്ചിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൽ ഇംഗ്ലീഷിൻ്റെ ഇൻഡെക്സ് മാർക്ക് ആയിരിക്കില്ല നിങ്ങൾ സെക്കൻഡ് ഓപ്ഷനിൽ കൊടുത്തേക്കണം. അപ്പോൾ നിങ്ങൾ അവിടെ ചിലപ്പോൾ ഫസ്റ്റ് നിൽക്കുന്ന ആൾ ചിലപ്പോൾ സെക്കൻഡ് ആയിരിക്കും, ചിലപ്പോൾ ഫസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ റിസർവേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തേക്കണ കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ കാണിച്ചേക്കുന്ന ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഈ പ്രിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളുടെ എത്രാമത്തെ ഓപ്ഷനാണ് ഇംഗ്ലീഷ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കുട്ടീൻ്റെ സെക്കൻഡ് പ്രിഫറൻസ് ആയിരുന്നു ഇംഗ്ലീഷ് എന്നുള്ളത്. അതുപോലെ നിങ്ങൾ ഇതുപോലെ ഫസ്റ്റ് പ്രിഫറൻസ്, സെക്കൻഡ് പ്രിഫറൻസ് ഓപ്ഷൻ എന്നാണ് പറയുന്നത് അല്ലേ, സാധാരണ നമ്മളങ്ങനെ പറയുന്നത്. അപ്പോൾ അത് അനുസരിച്ചിട്ട് നിങ്ങളിപ്പോൾ BA ഇംഗ്ലീഷ് അല്ലാതെ വേറൊരു കോഴ്സിലിപ്പോൾ നമ്മൾ എക്കണോമിക്സ് എടുത്ത് നോക്കുവാണെങ്കിൽ എക്കണോമിക്സിൽ ഇതുപോലെ കാണിക്കും കണ്ടോ. അപ്പോൾ ഇതുപോലെ മാർക്കിൽ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അവിടെ വന്നേക്കുന്ന കുട്ടീൻ്റെ സെക്കൻഡ് പ്രിഫറൻസ് തന്നെയാണ് എക്കണോമിക്സ്, ചിലവരുടെ ഫസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് നിൽക്കുന്ന ആളുടെ സെക്കൻഡ് പ്രിഫറൻസ് ആണല്ലോ. സോ ചിലപ്പോൾ അദ്ദേഹത്തിന് ആ ഫസ്റ്റ് പ്രിഫറൻസിലും റാങ്ക് ലിസ്റ്റിലും വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു റാങ്ക് ഇതിലേക്ക് തന്നെ പോവാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക. പിന്നെ ഇതിന് പുതിയ പുതിയ അപ്ഡേറ്റുകൾ അവർ ഇട്ടുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറും മെയിൽ IDയും അവർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇൻഫർമേഷൻ ഡെസ്ക് എന്ന് പറഞ്ഞിട്ട് അല്ലാതെ ഈ നമ്പറൊക്കെ കോൾ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് തന്നെയായിരിക്കും. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക കേട്ടോ. പിന്നെ ഇവർ ഈ ഒരു ഷെഡ്യൂൾ ഇട്ടിട്ടുണ്ടല്ലോ, അഡ്മിഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ട്രയൽ റാങ്ക് ലിസ്റ്റാണ് വന്നേക്കുന്നത്. ഫൈനൽ റാങ്ക് ലിസ്റ്റ് അവർ 7-ാം തീയതി ഇടുമെന്നാണ് പറഞ്ഞേക്കണേ. ഇപ്പോൾ നിങ്ങൾ വന്നേക്കുന്ന ഈ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എറർ കാണുന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 5-ാം തീയതി വരെ ടൈം തന്നിട്ടുണ്ട്. അതിനുശേഷം ഫൈനൽ റാങ്ക് ലിസ്റ്റാണ് 7-ാം തീയതി പബ്ലിഷ് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. അതിനുശേഷമാണ് അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ നടക്കുന്നത്. നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കുക, നിങ്ങളുടെ മെയിൽ, ഫോൺ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇൻസ്ട്രക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.